പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, CPIM-ന്റെ മുതല ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കെ ആകസ്മികമായി നമ്മളെ വിട്ടുപിരിഞ്ഞ സഖാവ് പറളിയിൽ അഷറഫ് അലിയുടെ 1ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. DYFI പ്രവർത്തകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് സഖാവ് അഷറഫ് അലി വിദേശത്തേക്ക് ജോലി തേടി പോകുന്നത്. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി പാർട്ടിയുടെയും വർഗബഹുജന സംഘടനകളുടെയും പ്രവർത്തകനായി മാറി. നല്ല ക്യാമ്പയിനറായി പ്രവാസികളെ സംഘടിപ്പിക്കുന്നതിനും കർഷകരെ സംഘടിപ്പിക്കുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു. കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിൽ വെച്ചാണ് മുതുതല ലോക്കൽ കമ്മിറ്റി അംഗമായി മാറുന്നത്. സഖാവ് താമസിക്കുന്ന കാരക്കത്ത് വടക്കമുറി പ്രദേശത്ത് പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള പ്രദേശമായിരുന്നില്ല. സഖാവ് അഷറഫ് അലിയുടെ സാന്നിധ്യം, ഇടപെടൽ ആ പ്രദേശത്ത് പാർട്ടി പ്രവർത്തനം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ, പാർട്ടി സംഘടന രൂപീകരിക്കാൻ, അതുവഴി ഒരു പാർട്ടി ബ്രാഞ്ച് നിലവിൽ വരികയും ആ ബ്രാഞ്ചിന്റെ സെക്രട്ടറിയായും സഖാവ് അഷറഫ് അലി പ്രവർത്തിക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായാണ് സഖാവ് രോഗബാധിതനാകുന്നത്. ചികിത്സയ്ക്കിടയിൽ നേരിയ പുരോഗതി കൈവരിച്ചെങ്കിലും വളരെയധികം ആത്മവിശ്വാസമായിരുന്നു സഖാവ് അഷറഫ് അലിക്കുണ്ടായിരുന്നത്. പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരിച്ചുവരാൻ കഴിയും, സജീവമായി ഇടപെടാൻ കഴിയും എന്ന പ്രതീക്ഷ പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ആദ്യഘട്ടം ചികിത്സയിൽ അല്പം സ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് കൊപ്പത്തുള്ള പ്രവാസികൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. അതോടുകൂടി വലിയ പ്രതീക്ഷ, അസുഖം ഭേദമായി തിരിച്ചു വരാൻ കഴിയുമെന്ന വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ നീണ്ടകാലം വീട്ടിൽ ഇരിക്കുന്ന വേളയിൽ പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. തന്റെ രോഗത്തെക്കുറിച്ചും വയ്യായ്മയെക്കുറിച്ചുമല്ല പലപ്പോഴും അഭിപ്രായം പ്രകടിപ്പിക്കാറുള്ളത്. പാർട്ടിയെക്കുറിച്ചും പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഉള്ള കുശലാന്വേഷണമായിരുന്നു പലപ്പോഴും അഷറഫ് അലി പ്രകടിപ്പിക്കാറുള്ളത്. പാർട്ടി പൊതുവെ മുതുതല പഞ്ചായത്തിൽ ശക്തമായ പാർട്ടിയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ കാരക്കൊത്ത് 1ാം വാർഡിൽ ശത്രുക്കൾക്ക് നല്ല മേധാവിത്വമുള്ള ഒരു പ്രദേശമാണ്. സാമാന്യം പാർട്ടി ശക്തമല്ലാത്ത വടക്കുമുറി മേഖലയിൽ അഷറഫ് അലിയുടെ ഇടപെടൽ വലിയ മാറ്റമുണ്ടാക്കി. പാർട്ടിയുടെ സ്വാധീനത്തിൽ വലിയ വർധനവുണ്ടായി. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘടനാ പ്രവർത്തനം, വർഗബോധന സംഘടനാ പ്രവർത്തനം ആ മേഖലയിൽ ശക്തിപ്പെട്ടു വരുന്ന സ്ഥിതിയുണ്ടായി. അത്തരമൊരവസ്ഥയിലാണ് ആകസ്മികമായി രോഗബാധിതനായി സഖാവ് അഷറഫ് അലി നമ്മെ വിട്ടുപിരിയുന്നത്. അകാലത്തിലുള്ള സഖാവ് അഷറഫ് അലിയുടെ വിയോഗം മുതുതലയിലെ CPIM-നെ സംബന്ധിച്ച്, വിശേഷിച്ചും കാരക്കൊത്ത് വടക്കുമുറി മേഖലകളിൽ വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. സഖാവ് അഷറഫ് അലിയെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ, അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ ലോകത്തെമ്പാടുമുള്ള ജനത മഹാമാരിക്കെതിരായ ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയാണ്. 1 കോടിയിലേറെ ആളുകൾ
മഹാമാരിയായി മാറുകയും ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത മഹാമാരി ലോകമാകെ പടർന്ന് പന്തലിക്കുകയാണ്. ഈ മഹാവിപത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ജനത പോരാടിക്കൊണ്ടിരിക്കുന്ന വേളയാണ് ഇപ്പോൾ. ലോകാരോഗ്യ സംഘടനയുടെ മേധാവിയായ ഡോക്ടർ ടെഡ്രോസ് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനം ഈ കോവിഡിനെ ചെറുക്കാൻ ലോകത്തെ പൊതുജനാരോഗ്യ പ്രവർത്തകർക്ക് ശേഷിയുണ്ട്. എന്നാൽ പൊതുജനാരോഗ്യ പ്രവർത്തകർ മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. പല രാജ്യങ്ങളും അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ പൊതുജനാരോഗ്യ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ വിപത്തിനെ ചെറുത്തു പരാജയപ്പെടുത്തുന്ന വലിയ പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ദുർബലരും വാർദ്ധക്യം ബാധിച്ചവരും ജീർണത ബാധിച്ചവരുമായ ആളുകൾ മരണപ്പെടുന്നത് സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക്, പുരോഗതിക്കും നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന പ്രത്യയശാസ്ത്രം, എന്നാൽ മനുഷ്യജീവന് വില കൽപ്പിക്കുകയും മനുഷ്യത്വത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് രോഗത്തെക്കുറിച്ച് ഈ കോവിഡ്-19 പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാനവിക മൂല്യത്തിനും മനുഷ്യത്വത്തിനും ഊന്നൽ നൽകുന്ന സോഷ്യലിസ്റ്റ് മാതൃക പിന്തുടരുന്ന ഏതാനും രാജ്യങ്ങളിൽ രോഗവ്യാപനം തടയുന്നതിനും മരണനിരക്ക് നിയന്ത്രിക്കാനും കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ലാഭത്തിനു പകരം മനുഷ്യജീവന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഇത് കഴിയുന്നത് എന്നാണ് ബ്രിട്ടനിലെ ലാൻസെറ്റ് എന്ന മുഖപത്രം ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ലാഭക്കൊതിയെ അധിഷ്ഠിതമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നിടങ്ങളിൽ രോഗവ്യാപനവും രോഗമരണനിരക്കും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ത്യയിലും ഇതൊക്കെ ശക്തിപ്പെട്ടു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കോവിഡ്-19 ലോകത്ത് രൂപം കൊണ്ടപ്പോൾ ഇന്ത്യയിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന ധാരണയായിരുന്നു ഭരണാധികാരികൾ വെച്ചു പുലർത്തിയിരുന്നത്. ചൈനയിൽ വുഹാനിൽ ഈ മഹാമാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ലോകാരോഗ്യ സംഘടന ലോകത്തെമ്പാടും ഇത് പടർന്നു പന്തലിക്കാൻ സാധ്യതയുള്ള ഒരു മാരക വൈറസാണ് എന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അതിന് തക്ക മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായില്ല. 2020 ജനുവരി 30-നാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസിറ്റീവ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷവും നമ്മുടെ രാജ്യത്ത് ഈ രോഗം വന്നെത്തിച്ചേർന്നിരിക്കുന്നു എന്ന് കണ്ട് അത് തടയുന്നതിനാവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനും തയ്യാറായില്ല നരേന്ദ്രമോദി സർക്കാർ. പിന്നീട് ഏതാണ്ട് മാർച്ച് മാസം പകുതിയോടുകൂടിയാണ് രോഗവ്യാപനം തടയുന്നതിനാവശ്യമായ രൂപത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഗവൺമെന്റ് ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നത്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ആ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടുകൂടി രോഗവ്യാപനം തടയുന്നതിനാവശ്യമായ ഒരു പ്രവർത്തനവും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മാത്രവുമല്ല, വീണ്ടും വിചാരമില്ലാതെ അശാസ്ത്രീയമായ രൂപത്തിൽ അടച്ചുപൂട്ടൽ നടപ്പാക്കിയതിന്റെ ഭാഗമായി വലിയ ദുരന്തമാണ് രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. മാർച്ച് മാസം 24-ാം തീയതി പ്രധാനമന്ത്രി അടച്ചുപൂട്ടൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പാട്ട പൊട്ടി കൊറോണയെ ചെറുക്കണം, പിന്നീട് മെഴുകുതിരി കത്തിച്ച് കൊറോണയെ ചെറുക്കണം.
ഇത്തരത്തിലുള്ള യുക്തിബോധമില്ലാത്ത അശാസ്ത്രീയമായ നിലപാടുകളാണ് നമ്മുടെ ഭരണാധികാരികൾ തുടക്കത്തിൽ സ്വീകരിച്ചത്. ചില BJP നേതാക്കളാകട്ടെ രോഗവ്യാപനം തടയാൻ ഏറ്റവും പ്രതിരോധശേഷിയുള്ള ഔഷധം ഇന്ത്യയിലുണ്ട്, ഗോമൂത്രം. ആ ഗോമൂത്രം നല്ല നിലയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഈ രോഗത്തിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന രൂപത്തിലുള്ള പ്രചരണമായിരുന്നു ഇക്കൂട്ടർ കെട്ടഴിച്ചു വിട്ടത്. പ്രധാനമന്ത്രി പറഞ്ഞത് 21 ദിവസത്തെ യുദ്ധം കൊണ്ട് ഈ മഹാമാരിയെ ഇന്ത്യൻ ജനത ചെറുത്തു പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, മഹാഭാരത യുദ്ധത്തിൽ 18 ദിവസം കൊണ്ടാണ് വിജയിച്ചത്. ആ വിജയം നേടാൻ കഴിഞ്ഞ ഭാരതീയർക്ക് ഈ മഹാവ്യാധിയെ, ഈ വൈറസിനെ 21 ദിവസം കൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ, യുക്തി ചിന്ത ഇല്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അടച്ചുപൂട്ടൽ പെട്ടെന്ന് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ദുരന്തമാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഡൽഹിയിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് കുടിയേറ്റ തൊഴിലാളികളുടെ കൂട്ടപലായനത്തെക്കുറിച്ച് ഒരു പ്രമുഖ പത്രം വിശദീകരിച്ചത് അനിശ്ചിതത്വത്തിലേക്കുള്ള മഹായാനം എന്നാണ്. ജീവിതം ഇനി എന്ത് എന്നതിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുമില്ലാത്ത രൂപത്തിൽ ഉള്ളതെല്ലാം തകരുകയും ജീവിതം മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന വലിയ തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ആ മാധ്യമം സൂചിപ്പിച്ചത്. മാർച്ച് മാസം 24-ാം തീയതി അടച്ചുപൂട്ടൽ പ്രഖ്യാപിക്കുന്ന വേളയിൽ ഇന്ത്യയിൽ 564 രോഗികളാണ് പോസിറ്റീവായി ഉണ്ടായിരുന്നത്. അന്നുവരെ ഇന്ത്യയിൽ 10 പേരാണ് മരണപ്പെട്ടത്. എന്നാൽ ഇന്നലെ വരെ കാണാൻ വേണ്ടി കഴിയും 7 ലക്ഷത്തിലേറെ ആളുകൾ രോഗികളായി മാറി. മരണസംഖ്യ 20,000 കവിഞ്ഞു. അടച്ചുപൂട്ടൽ ഉണ്ടാക്കിയ ദുരന്തം വിവരണാതീതമാണ്. ആ അടച്ചുപൂട്ടലിന്റെ ഭാഗമായി രോഗവ്യാപനം തടയാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വലിയ ദുരന്തത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയാണ് നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റും സ്വീകരിച്ചത്. ഇത്തരമൊരു ഘട്ടത്തിൽ വലിയ തോതിൽ ജനങ്ങൾ അനുഭവിക്കേണ്ട വിഷമതകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും പ്രതിഷേധം ഉയർന്നു വന്നപ്പോഴാണ് പാക്കേജ് എന്ന പേരിൽ, ഉത്തേജക പാക്കേജ് എന്ന പേരിൽ 20 ലക്ഷം കോടി രൂപയുടെ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി തയ്യാറായത്. പ്രധാനമന്ത്രി ഈ പാക്കേജിനെ കുറിച്ച് പറഞ്ഞത് ആത്മനിർഭർ ഭാരതം, സ്വാശ്രയത്വത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് ധനമന്ത്രി 5 ദിവസങ്ങളിലായി പ്രഖ്യാപിച്ച പാക്കേജിൽ ആഴത്തിലെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും, സ്വാശ്രയത്വത്തിലേക്കല്ല മറിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കോർപ്പറേറ്റുകളിലേക്ക് അടിയറ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളതെന്ന്. മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഒട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പാക്കേജിന്റെ അവസ്ഥ. ഇവിടെ പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആസ്തികൾ കോർപ്പറേറ്റുകൾക്ക്, നാടൻ വിദേശികളായ കോർപ്പറേറ്റുകൾക്ക് തീർച്ചയായി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനമായിരുന്നു ഈ പാക്കേജിന്റെ മറവിൽ നടന്നത്. കൽക്കരി ഖനനം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഖനവ്യവസായത്തിൽപ്പെട്ട കൽക്കരി ഖനനം 100% സ്വകാര്യ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. കൽക്കരി മേഖലയെ പൊതുമേഖലയിൽ നിന്ന് മാറ്റി സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ശ്വാസം മുട്ടി നിന്നിരുന്ന കൽക്കരി മേഖലയെ സ്വതന്ത്രമാക്കാൻ വേണ്ടി കൈക്കൊണ്ട തീരുമാനം എന്നാണ്. കൽക്കരിയും കോവിഡും തമ്മിൽ എന്താ ബന്ധം എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന് പോലും ചോദിക്കേണ്ടി വന്നത്. കോവിഡ്-19 മറവിൽ പ്രതിഷേധ സമരങ്ങൾ ഉയരില്ല എന്ന് കണ്ടുകൊണ്ട് ഇന്ത്യയുടെ ആസ്തികൾ ഒന്നൊന്നായി വിറ്റുതുലയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി
ശക്തിപ്പെടുത്തി വരികയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തന്ത്രപ്രധാനമായ മേഖലകളിൽ ഉൾപ്പെടെ സ്വകാര്യ മൂലധനത്തിന് കൈയൊഴിയുന്ന നടപടിയാണ് സ്വീകരിച്ചത്. അപ്പോൾ പ്രതിരോധ മേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചു. നിർമ്മാണ മേഖലയിൽ 74% വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ തീരുമാനിച്ചു. വ്യോമയാന മേഖല, റെയിൽവേ, വൈദ്യുതി, ബഹിരാകാശ ഗവേഷണം, ആണവോർജ്ജം, ധനകാര്യ മേഖല, വാർത്താവിനിമയം തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പലതും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനമാണ് ഈ കോവിഡ്-19 മറവിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിലുള്ളപ്പോൾ പൊതുമേഖലാ സ്വകാര്യവൽക്കരണ നടപടികൾ തുടക്കം കുറിച്ചപ്പോൾ പൊതുമേഖലാ സംരക്ഷണത്തിന് വേണ്ടിയേറെ വാദിച്ചവരാണ് ബിജെപിക്കാർ. നമുക്ക് ഓർമ്മയുണ്ടാവും, സ്വദേശി ജാഗരൺ മഞ്ച് എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പൊതുമേഖലാ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി പ്രക്ഷോഭം നയിച്ചിരുന്നവരാണ് ബിജെപിക്കാർ. ആ ബിജെപിക്കാരാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആസ്തി മുഴുവൻ നാടെന്നും വിദേശിയുമായ ബഹുരാഷ്ട്ര കുത്തകൾക്ക് കൈമാറിക്കൊണ്ട് ഇന്ത്യയുടെ സ്വയം പര്യാപ്തത തകർക്കുകയും നമ്മുടെ സമ്പദ്ഘടനയെ ആഴമുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന നടപടിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഈ വേളയിലാണ് 70% ജനങ്ങൾ ഉപജീവനമാർഗമായി കണ്ടെത്തുന്ന കാർഷിക മേഖലയെ പരിപൂർണമായി അഗ്രി കോർപ്പറേറ്റുകൾക്ക് അഗ്രി ബിസിനസ്സിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നത്. ഇന്ത്യയുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കാനെന്ന പേരിൽ കൊണ്ടുവന്ന ഈ ഓർഡിനൻസ് ഭക്ഷ്യ സ്വയം പര്യാപ്തത തകർക്കുകയും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കും. ഒരുപോലെ കൃഷിക്കാരനെയും ഉപഭോക്താവിനെയും കൊള്ളയടിക്കാൻ അഗ്രി കോർപ്പറേറ്റുകൾക്ക് അവസരം ചെയ്തു കൊടുക്കുന്ന കാർഷിക മേഖലയെ പരിപൂർണമായി കർഷകരിൽ നിന്ന് പിഴുതെറിയുന്ന ഒരു തീരുമാനമാണ് ഈ ഓർഡിനൻസിലൂടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുമ്പൊരിക്കലും ഒരു ഗവൺമെന്റും ചെയ്യാത്ത രൂപത്തിലുള്ള വലിയ തോതിലുള്ള കൊള്ളയാണ് ഈ കോവിഡ്-19 മറവിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തിയത്. പാചകവാതകത്തിന്റെ വില കുത്തനെ വർദ്ധിപ്പിച്ചു. 23 ദിവസത്തിലേറെ തുടർച്ചയായി ഇന്ധന വില വർദ്ധിപ്പിച്ചുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. 2004 ആഗോള വിപണിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില 30 രൂപയാണ്. ഇന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഏതാണ്ട് 38 രൂപയിൽ താഴെയാണ്. 2004 വിപണി വിലയിലേക്കാണ് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇന്ന് ചെന്നെത്തിയിട്ടുള്ളത്. ഇന്ത്യൻ കമ്പോളത്തിൽ 2004 62 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോളും 42 രൂപയ്ക്ക് 1 ലിറ്റർ ഡീസലും കിട്ടുമായിരുന്നു. അത് ഇന്ന് 81 രൂപയും 80 രൂപയുമായി വർദ്ധിപ്പിച്ചു. ഏതാണ്ട് 12 രൂപയോളം തുടർച്ചയായി എല്ലാ ദിവസവും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ചു. 115 രൂപ വരെ ഒരു ബാരൽ $115 വരെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിച്ചിട്ടും അന്ന് ഉണ്ടായിരുന്ന വിലയേക്കാൾ കൂടുതൽ ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞ സമയത്ത് ഈടാക്കുന്നു. അതിനെന്താ കാരണം? പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിന്റെ നേട്ടം ജനങ്ങൾക്ക് അനുഭവിക്കാതിരിക്കാൻ ആവശ്യമായ ഉള്ള നടത്താൻ ഒരു ഭാഗത്ത് കേന്ദ്രം തയ്യാറായി, മറുഭാഗത്ത് സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് ഇന്ധന വില വർദ്ധിപ്പിച്ചുകൊണ്ട് കൊള്ളയടിക്കാനും കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കി കൊടുക്കാനും അവസരമായ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ തീവെട്ടിക്കൊള്ളയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിനെക്കുറിച്ച് വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്ന അവസരത്തിൽ സൂചിപ്പിച്ചത് ഇന്ധന വിലയുടെ വിലക്കയറ്റം സാധാരണ ജനങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് BJP നേതാക്കന്മാർ തയ്യാറായത്. നമുക്കറിയാം, ഒന്നാം മോഡി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം അന്ന് ഇന്ധന വിലയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് കക്കൂസിന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വില വർദ്ധിപ്പിക്കുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് അതേ പദവി ഉള്ള കേന്ദ്ര സഹമന്ത്രി കേരളത്തിൽ BJPയുടെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ? ആഗോള വിപണിയിൽ എണ്ണയുടെ വില കുറയുന്നതിനനുസരിച്ച് ഇവിടെ കൂടിയിട്ടില്ല. മാത്രമല്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വില വർദ്ധിപ്പിക്കുന്നത്.
ഈ രൂപത്തിൽ മടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെ ന്യായീകരിക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇതിനെല്ലാമെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന സാഹചര്യം ഒരു ഭാഗത്ത് ശക്തിപ്പെടുമ്പോൾ മറുഭാഗത്ത് ഗവൺമെന്റിന്റെ നടപടികളുടെ ഭാഗമായി, നിലപാടുകളുടെ ഭാഗമായി, തീരുമാനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ അതിദുരന്തവും ദുരിതവും അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ ജനദ്രോഹ നയങ്ങൾക്കെതിരെ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വലിയ പോരാട്ടവും പ്രതിഷേധവും വളർത്തിക്കൊണ്ടുവരേണ്ട വേളയിലാണ് നാം ഇന്ന്. കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കോവിഡ്-19 നേരിടുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ ഇടപെടൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നതാണ്. 4 വർഷക്കാലം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലും വലിയ അഭിപ്രായം സർക്കാരിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കേരളത്തിന്റെ ഇത്തരത്തിലുള്ള നേട്ടങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ടു പോകുമ്പോൾ അപവാദ പ്രചരണങ്ങൾ ഉയർത്തി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ചും ഗവൺമെന്റിന് നയിക്കുന്ന മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് തെറ്റിദ്ധാരണ വരുത്താൻ ആവശ്യമായ പ്രചരണവും പ്രവർത്തനവുമാണ് UDF-ഉം BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലം അത്തരത്തിലുള്ള പ്രചരണവും പ്രവർത്തനവും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായി കാണാം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ലോക മാധ്യമങ്ങൾ ഉൾപ്പെടെ, ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെക്കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ അതിന്റെ നേട്ടം, തന്റെ നാടിനുണ്ടായ നേട്ടത്തെ അംഗീകരിക്കാൻ തയ്യാറാവാതെ UDF-ഉം BJP-യും ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനും നിരന്തരമായി അപവാദങ്ങളും നുണകളും പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെന്റിനെ കുറിച്ചുള്ള മതിപ്പ് ഇല്ലാതെയാക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും UDF-ന്റെ നില മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്. UDF കേരളത്തിൽ ശൈഥില്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു അവസ്ഥയെ UDF-ന് LDF-നെ നേരിടാൻ കഴിയില്ല എന്ന് വന്നതോടുകൂടി LDF-നെ പരാജയപ്പെടുത്താനുള്ള മാർഗം എന്താണ് എന്നാണ് UDF നേതൃത്വം ആലോചിച്ചത്. അങ്ങനെയാണ് മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI പോലെയുള്ള സംഘടനകളെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ഒരു വിശാല സഖ്യം രൂപീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുവാദത്തോടും അറിവോടും കൂടിയാണ് മുസ്ലിം ലീഗ് ഇത്തരമൊരു പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആത്മഹത്യാപരമായ സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നതെന്ന് ജംഇയ്യത്തുൽ ഉലമയുടെയും AP സുന്നി വിഭാഗത്തിന്റെയും നേതാക്കന്മാർ ഇതിനകം പ്രസ്താവിച്ചു കഴിഞ്ഞു. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ UDF സ്വീകരിക്കുന്ന ഈ തീവ്രവാദ ശക്തികളുമായിട്ടുള്ള ബാന്ധവത്തെക്കുറിച്ച് വലിയ തോതിലുള്ള എതിർപ്പും പ്രതിഷേധവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയാണ് RSS നിലകൊള്ളുന്നതെങ്കിൽ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന തീവ്രവാദ പ്രവർത്തനം ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്തുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. ഈ രൂപത്തിലുള്ള തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള മഹാസഖ്യം രൂപപ്പെടുത്തിക്കൊണ്ട് RSS ഉയർത്തുന്ന ഭീഷണിയെ എങ്ങനെ നേരിടാൻ വേണ്ടി കഴിയും? RSS ഉയർത്തുന്ന വർഗീയതയെ നേരിടാൻ മറ്റു വർഗീയതയുമായി ചേർന്നുകൊണ്ട് എങ്ങനെ കഴിയുമെന്ന ചിന്ത രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള, മതേതര ബോധമുള്ള ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടാൻ UDF-ന് കഴിയില്ല എന്ന അവസ്ഥ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. UDF നടത്തുന്ന തീവ്രവാദ കൂട്ടുകെട്ടിനെയും BJP ഉയർത്തുന്ന വർഗീയ പ്രചരണ പ്രവർത്തനങ്ങളെയും ഭീഷണിയെയും ചെറുക്കാൻ CPI-നും ഇടതുപക്ഷത്തിനും മാത്രമേ കഴിയൂ എന്ന് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു മനോഭാവം കേരളത്തിൽ ശക്തിപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതിൽ വിരളിപ്പൂണ്ട UDF കേരളത്തിലെ LDF സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന നിരവധി പ്രചാരവേലകൾ ഇതിനകം നടത്തുകയുണ്ടായി.
അവയ്ക്കൊക്കെല്ലാം അല്പായുസ ഉണ്ടായിരുന്നു. ഓരോ ദിവസത്തിനുള്ളിൽ തന്നെ കുമിള പൊടിയുന്ന പോലെ ആ പ്രചരണങ്ങളെല്ലാം പൊടിഞ്ഞ് അവസാനിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ 2 ദിവസങ്ങളിലായി കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പരത്താൻ ആവശ്യമായ രൂപത്തിലുള്ള വലിയ പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം വഴി നടന്ന സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ള പ്രസ്താവനകൾ നടത്തിയും നുണകൾ പ്രചരിപ്പിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണ് നടത്തിയത്. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ആ നടത്തിയ വസ്തുതകളൊന്നും ശരിയല്ലെന്ന് വസ്തുത പുറത്തു വന്നിട്ടും UDF-ന്റെ നേതാക്കന്മാരും BJP-യുടെ നേതാക്കന്മാരും മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കിനെ കുറിച്ചാണ്. ഇവിടെ ഈ ആരോപണവുമായി ഉയർന്നു വന്ന ഒരു വിഷയത്തിൽ സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉയർന്നു വന്ന കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള രൂപത്തിലുള്ള ആരോപണങ്ങൾ അതിന് സമാനമാണ് ഈ സംഭവം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പ്രചരണമാണ് RSS, BJP നേതാക്കളും UDF നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രത്തിന്റെ സുരക്ഷയെപ്പോലും അപകടപ്പെടുത്തുന്ന രൂപത്തിൽ ഡിപ്ലോമാറ്റിക് വഴി ഒരു ബാഗേജ് എങ്ങനെ വിദേശത്തു നിന്ന് ഇവിടെ എത്തി, ആരാണ് സ്വർണം കൊടുത്തയച്ചത്, ആർക്കാണ് ഈ സ്വർണം കൊടുത്തയച്ചത്, നമ്മുടെ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തെയും അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് പോലും ഭീഷണി ഉയർത്തുന്ന രൂപത്തിൽ നയതന്ത്ര ബന്ധം തകരാറിലാവുന്ന രൂപത്തിൽ ഈ ഡിപ്ലോമാറ്റിക് പാക്കേജിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിക്കൊണ്ട് കൊള്ള നടത്താനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്നത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന സ്ഥിതി വരുന്നു. ഇത് ഏറ്റവും വലിയ അപകടമല്ലേ? ഈ അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ ഉത്തരവാദികളായ കുറ്റവാളികളായ ആളുകളെ കണ്ടെത്തുന്നതിന് പകരം കൽപ്പിത കഥകൾ വരച്ച് ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതിനാവശ്യമായ നടപടിയാണ് UDF-ഉം BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ വിഷയത്തിൽ ഏത് രൂപത്തിലുള്ള അന്വേഷണം നേരിടാനും തയ്യാറാണ്. കാരണം ഇത് സംസ്ഥാന ഗവൺമെന്റിനെ ബാധിക്കുന്ന വിഷയമല്ല. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെയാണ്. വിദേശ രാജ്യവകുപ്പുമായി ബന്ധപ്പെട്ടാണ് കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത്. ആ കോൺസുലേറ്റിന്റെ അഡ്രസ്സിലാണ് ബാഗ് വന്നിട്ടുള്ളത്. അത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. കസ്റ്റംസ് ആണ് പിടികൂടിയിട്ടുള്ളത്. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെയാണ്. ഏത് അന്വേഷണ ഏജൻസി വെച്ച് ആയാലും വേണ്ടില്ല ഈ രൂപത്തിൽ വലിയ കൊള്ള നടത്തിയതിന്റെ പിന്നിലുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം, നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും അന്യായമായി കളങ്കപ്പെടുത്താൻ ബോധപൂർവം പരിശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വലിയ തോതിലുള്ള പൊതുവികാരം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ UDF-ന്റെ കാലത്ത് ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടെന്താ? പല ആരോപണങ്ങളും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉയർന്നു വന്നല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും ക്ലിഫ് ഹൌസിനെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 ജീവനക്കാരെ കുറിച്ച് ഉയർന്നു വന്നല്ലോ. അന്നൊക്കെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരുന്ന നിലപാട് ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ്. നിയമത്തിന്റെ വഴിക്ക് പോകും, അതല്ലെങ്കിൽ ഞാൻ മനസ്സാക്ഷിയുടെ കോടതിയിലാണ് എന്നാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതാണോ സ്വീകരിച്ചത്? തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സെക്രട്ടറി, IT വകുപ്പിന്റെ സെക്രട്ടറി കുറ്റക്കാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആരോപണം ഉയർന്നു വന്നു. ആ ആരോപണം ഉയർന്നു വന്നപ്പോൾ അത് ശരിയും സത്യവും തെളിയട്ടെ. അതിനു മുമ്പ് അദ്ദേഹത്തോട് ആ തസ്തികയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. അത്രയും ധീരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ലോകത്തിന് തന്നെ മാതൃക തീർക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത്.
ആ മാതൃകാതീർത്ഥ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളും പറഞ്ഞത്. ഇത്തരത്തിൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ മാനസികമായി തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അപവാദങ്ങളും നുണകളും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ മാതൃകയെക്കുറിച്ച് ലോകമാകെ അംഗീകരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാവാണല്ലോ ശ്രീമാൻ രാഹുൽ ഗാന്ധി. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള MP കൂടിയാണ്. അദ്ദേഹം എന്താ കോൺഗ്രസ് സംസ്ഥാനങ്ങളോട് പറഞ്ഞ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ കേരളത്തിന്റെ മാതൃക പ്രശംസനീയമാണ്, അത് മാതൃക സ്വീകരിക്കണമെന്നാണ്. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ ചിദംബരം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനം മാതൃകാപരമാണ്, ആ മാതൃകാപരമായ പ്രവർത്തനം അംഗീകരിക്കണം എന്നുള്ളതാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണല്ലോ ICMR ആണല്ലോ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നയം സ്വീകരിക്കുന്നത്. ഇവർ രണ്ടു കൂട്ടും പറഞ്ഞെന്താ? കേരളം നടത്തുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഓരോന്നും മാതൃകാപരമാണ്, ഈ പ്രവർത്തനങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയായി സ്വീകരിക്കണമെന്നാണ്. എന്നിട്ടും കേരളത്തിലെ UDF നേതാക്കന്മാരും BJP നേതാക്കന്മാരും ഇതിനെതിരെ വലിയ തോതിലുള്ള നുണപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജനങ്ങളെ തെരുവിലിറക്കി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടക്കം മുതലേ കേരളത്തിലെ UDF നേതാക്കന്മാർ സ്വീകരിച്ച നിലപാടെന്താ? ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ തകർക്കാൻ വേണ്ടിയുള്ള പ്രചാരകരിയും പ്രവർത്തനവുമല്ലേ അവർ നടത്തിയത്? അവർ സ്വീകരിച്ച നിലപാടെന്ന് നോക്കൂ. കേരളീയർ നേടിയ നേട്ടത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടല്ലേ അവർ സ്വീകരിച്ചത്? ഒരു കോൺഗ്രസ് നേതാവ് സൂചിപ്പിച്ചത് 30 ഡിഗ്രി ചൂടുള്ളിടത്തിൽ കോവിഡ് ഉണ്ടാവില്ല, കൊറോണ ഉണ്ടാവില്ല, അദ്ദേഹം പറഞ്ഞതാ. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ ഉണ്ടാക്കിയ നേട്ടമൊന്നും ആരുടെയും പ്രമാണത്തിലും കഴിവുമല്ല എന്ന് വരുത്തി തീർക്കാനല്ലേ അദ്ദേഹം ശ്രമിച്ചത്. മറ്റൊരു പ്രതിപക്ഷ നേതാവായ അദ്ദേഹം കോൺഗ്രസ് നേതാവ് പറഞ്ഞതെന്താ? അമേരിക്കൻ മോഡൽ മിറ്റിഗേഷൻ രീതിയിലുള്ള മാതൃകയിലേക്ക് നാം നീങ്ങണം എന്നാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്ന് ഊഹിച്ചെടുക്കാൻ കഴിയുന്നതല്ലേ. ഇപ്പോഴും അദ്ദേഹം ആ നിലപാടിൽ നിൽക്കുന്നുണ്ടോ എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടറാണ് അദ്ദേഹം, ആരോഗ്യ പ്രവർത്തകൻ കൂടിയാണ്, ഡോക്ടർ MK മുനീർ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ആളുകൾ ചപ്പു ചവറിലും മാലിന്യത്തിലും ഒക്കെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവറുണ്ട്, രോഗപ്രതിരോധ ശേഷിയുണ്ട്, അവർക്കൊന്നും കോവിഡ് ബാധിക്കില്ല എന്നാണ്. അത് പറയുമ്പോൾ ഇന്ത്യ ലോകത്തെ 24ാം സ്ഥാനത്തുണ്ടായിരുന്നു, ഇപ്പോ 3ാം സ്ഥാനത്തേക്ക് എത്തി രോഗവ്യാപനത്തിന്റെ കാര്യത്തിൽ. ആ രൂപത്തിൽ ഇന്ത്യയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രോഗപ്രതിരോധം. ഇപ്പൊ നോക്കൂ, ഇവിടെ 600 താഴെ ആളുകൾ സാമൂഹ്യ അകലം പാലിക്കാത്തതിനെ തുടർന്ന് രോഗം പിടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ കുറച്ചു പേർക്കാണ് എവിടെ നിന്നാണ് രോഗം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തുള്ളൂ. മറ്റെല്ലാവർക്കും അതിന്റെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. ഇന്ത്യയിൽ ഇതാണ് സ്ഥിതി. ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ, കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ, ഡൽഹിയിൽ, അങ്ങനെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം ശക്തിപ്പെടുക, ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല, വ്യാപകമായി രോഗം പിടിപെട്ടുക. ഇതാണ് സ്ഥിതി. ആ സ്ഥിതി കേരളത്തിലില്ലല്ലോ, നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പരിധി വരെ അത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ആരോഗ്യരംഗത്ത് ഈ ഗവൺമെന്റ് സ്വീകരിച്ച ബ്രേക്ക് ദി ചെയിൻ, സാമൂഹ്യ അകലം പാലിക്കുക, ഈ 2 നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണവും പ്രവർത്തനവുമാണ്. ഇവിടെ നോക്കൂ, ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഏത് പ്രവർത്തനത്തെയും എതിർക്കുക എന്ന നിലപാടല്ലേ കേരളത്തിൽ UDF സ്വീകരിക്കുന്നത്. ഇവിടെ SSLC പരീക്ഷ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. മാറ്റിവെച്ച SSLC പരീക്ഷ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ UDFും BJPയും സ്വീകരിച്ച നിലപാടെന്താ? പരീക്ഷ നടത്താൻ പാടില്ല. ഒരു നേതാവ് പറഞ്ഞത് CBSE പോലും ജൂലൈ മാസത്തിലേക്ക് പരീക്ഷ മാറ്റി. എന്താ കേരളത്തിൽ ധൃതി എന്നാ വെച്ച്. മറ്റൊരു നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പ്രാന്താണ് എന്നാ പറഞ്ഞത്. അപ്രായോഗ്യതയുടെ തലതൊട്ടപ്പനാണ് മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. KSUക്കാരെ ഇറക്കി വിട്ടുകൊണ്ട്
പരീക്ഷ നടത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ തയ്യാറായല്ലോ. ഇപ്പൊ എന്താ അവസ്ഥ? ജൂലൈ മാസത്തിൽ CBSE പരീക്ഷ നടത്തിയോ? 10ാം ക്ലാസ് പ്ലസ് 2 പരീക്ഷകൾ മാറ്റിവെക്കാൻ വേണ്ടി CBSE തീരുമാനിച്ചതായിട്ട് സുപ്രീം കോടതി അഫിഡവിറ്റ് കൊടുത്തു. കേരളത്തിൽ 13 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഒരു കുട്ടിക്ക് പോലും രോഗം പിടിപെട്ടില്ല. അത്രയേറെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ, ആരോഗ്യ പ്രവർത്തകരുടെ, പോലീസ് പ്രവർത്തകരുടെ ഒക്കെ എല്ലാവരുടെയും ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലിന്റെ ഭാഗമായി ആ പരീക്ഷ നടത്താൻ വേണ്ടി കഴിഞ്ഞു. SLC റിസൾട്ട് വന്നപ്പോൾ സർവകാല റെക്കോർഡ് 98.82% വിജയം നേടിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പരീക്ഷയ്ക്കെതിരെ, പരീക്ഷ നടത്താതിരിക്കുന്നതിനെതിരെ പ്രചാരണം നടത്തിയ ആളുകൾക്ക് തക്കതായ മറുപടി കൊടുക്കാൻ കുട്ടികൾ തയ്യാറായി. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ എന്താ ഇപ്പോഴാണ് SLC പരീക്ഷ നടക്കുന്നത്? എന്താ സ്ഥിതി? ഇതിനകം നിരവധി കുട്ടികൾ രോഗബാധിതരായി, നിരവധി കുട്ടികൾ നിരീക്ഷണത്തിലാണ്. ആ അവസ്ഥയിലാണ് കേരളത്തിൽ 13 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് പോലും ഒരു കുട്ടി പോലും രോഗത്തിന് അടിമപ്പെട്ടില്ല എന്നുള്ള വിജയം ചില്ലറയല്ല. ആ വിജയം കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ ഇടപെടലിന്റെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ്. മറ്റൊരു കാര്യം, ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടൽ. വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളും കോളേജുകളും തുറന്നു പ്രവർത്തിക്കാൻ കഴിയില്ല. ഇന്ത്യയിലാകെ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുക. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ ജൂൺ മാസം 1-ാം തീയതി മുതൽ ഓൺലൈൻ പഠനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. എന്ത് കോലാഹലമായിരുന്നു നടന്നത്! ആ ഓൺലൈൻ പഠനം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രതിഷേധമല്ലേ UDFും BJPയും കെട്ടഴിച്ചുവിട്ടത്? ഫസ്റ്റ് ബെൽ കേരളത്തിൽ മുഴക്കിയതിനെതിരെ KSUക്കാരെ ഇറക്കി വിട്ടുകൊണ്ട് തിരുവനന്തപുരത്തും പല ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ തോതിലുള്ള അക്രമ സമരത്തിലേക്ക് എത്തിച്ചില്ലേ? എന്തെല്ലാം നടത്തി നോക്കി ഇവര്? നേരത്തെ COVID-19 പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ കുടുങ്ങി. ഓരോ സ്ഥലത്തുമുള്ള ആളുകൾ അവിടെ തന്നെ നിൽക്കേണ്ട സ്ഥിതി വന്നു. അതിഥി തൊഴിലാളികൾ ആയ ആളുകളെ ഇറക്കി വിടാൻ നോക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലിയെടുത്ത് നിൽക്കുന്ന ആളുകൾ അവരെ നാട്ടിലേക്ക് പോകാനുള്ള മാർഗമില്ല. ആ മാർഗമില്ലാത്ത ആളുകളെ തെരുവിലിറക്കി പ്രതിഷേധിച്ച് കലാപമുണ്ടാക്കാനുള്ള പ്രവർത്തനം നടത്തി നോക്കിയല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കുകയും അവർക്ക് അവരുടെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായി ഫലപ്രദമായി ഇടപെടുകയും ചെയ്യുക ഏക സംസ്ഥാനം കേരളമാണ് എന്ന കാര്യം പിന്നീട് ബോധ്യമായി. പിന്നീട് പ്രവാസികളെ കൊണ്ടുവരുന്ന കാര്യത്തിലായി. പ്രവാസികളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ശക്തമായ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന്, മുഴുവൻ പ്രവാസികളെയും, ആവശ്യമുള്ള ആളുകളെ മുഴുവൻ നാട്ടിലെത്തിക്കാൻ ആവശ്യമായ ചുമതല കേന്ദ്രം ഏറ്റെടുക്കണമെന്നും ആദ്യമായി ആവശ്യപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ വിഷയം അത് പരിഹരിക്കപ്പെടാൻ തുടങ്ങി. കേന്ദ്ര ഗവൺമെന്റ് വിമാന സർവീസ് ആരംഭിച്ചു. വന്ദേ ഭാരത് സർവീസിലൂടെ ആളുകളെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലുള്ള മലയാളികളെ നാട്ടിലെത്തിക്കണം. അങ്ങനെ ഇതര സംസ്ഥാനങ്ങളിലുള്ള മലയാളികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രൂപത്തിലായിരുന്നല്ലോ പ്രചരണം. ഇപ്പൊ നോക്കൂ, പ്രവാസികളെ കൊണ്ടുവരുമ്പോൾ പ്രവാസികൾക്കിടയിൽ രോഗബാധിതരും രോഗബാധിത ഇല്ലാത്തവരും കൂടി ഒന്നിച്ചു വരുന്നതിന്റെ ഭാഗമായി രോഗവ്യാപനം നടക്കുന്നു. ആ രോഗവ്യാപനം തടയാൻ വരുന്നവരെ പരിശോധിച്ചുകൊണ്ട് രോഗികളായവരെയെല്ലാം മറ്റൊരു ഫ്ലൈറ്റിലും രോഗമില്ലാത്തവരെ വേറെ ഫ്ലൈറ്റിലും കൊണ്ടുവരണമെന്ന നിർദ്ദേശം ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു, മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. ആർക്കു വേണ്ടിയാണ്? മലയാളികൾക്ക് വേണ്ടിയല്ലേ? പ്രവാസികളായ ആളുകൾക്ക് ഉൾപ്പെടെ രോഗവ്യാപനം വന്ന് അസുഖം നേരിടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം നിർദ്ദേശം വെച്ചത്. അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി പ്രവാസികൾക്കെതിരാണ് കേരളത്തിലെ പിണറായി സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ അത് ഉപയോഗപ്പെടുത്തി പ്രവാസികളെയും പ്രവാസികളുടെ കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ നിരന്തരമായ പ്രചാരവേലയും പ്രവർത്തനമല്ലേ ഇവർ നടത്തിയത്. ഇവിടെ ബിവറേജ് കോർപ്പറേഷനുകളെല്ലാം അടച്ചുപൂട്ടി. ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു വിദേശ മദ്യ ഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു അതിന് സാവകാശമായിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാറുകൾക്ക് മദ്യം വിൽക്കാനുള്ള അവകാശം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. ആരോപണം ഉന്നയിച്ചല്ലോ, അഴിമതി ആരോപണം ഉന്നയിച്ചല്ലോ. ഇന്ത്യയിൽ എല്ലാ ഗവൺമെന്റും വിദേശ മദ്യ ഷാപ്പുകൾ തുറക്കാൻ അനുവാദം കൊടുത്തപ്പോൾ കേരളത്തിൽ എന്താ കൊടുക്കാത്തതെന്നാണ്. വിദേശ മദ്യ ഷാപ്പുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോഴും
വിദേശ മദ്യഷാപ്പുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വിദേശ മദ്യഷാപ്പുകൾ, ബാറുകളും കള്ളുഷാപ്പുകളും ഒക്കെ തുറക്കാൻ അനുവാദം കൊടുത്തു. അമ്പലങ്ങൾ തുറക്കാൻ, ക്ഷേത്രങ്ങൾ തുറക്കാൻ, ആരാധനാലയങ്ങൾ തുറക്കാൻ അനുവദിക്കുന്നില്ല. എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരപ്പനെ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. 2-3 മാസമായി മുടങ്ങി കിടക്കുന്നു. ഗവൺമെന്റ് അനുവദിച്ചാലും അനുവദിച്ചില്ലേലും ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കോൺഗ്രസ് നേതാവുണ്ട്. അങ്ങനെയാണ് നിയന്ത്രിതമായ നടപടിയിലൂടെ ക്ഷേത്രങ്ങൾ തുറക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടത്. ക്ഷേത്രങ്ങൾ തുറക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടപ്പോൾ എന്തായിരുന്നു സമീപനം? ആര് പറഞ്ഞിട്ടായിരുന്നു ആരാധനാലയങ്ങൾ തുറക്കുന്നത്? രോഗവ്യാപനം ശക്തിപ്പെടില്ലേ? ഇങ്ങനെ എന്ത് ചെയ്താലും അതിനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലുള്ള പ്രചരണവും പ്രവർത്തനവും നടത്തി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ആവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. ഇവിടെ സ്പ്രിംഗ്ലർ വിഭാഗം ഞാൻ സൂചിപ്പിക്കുക. നമുക്കറിയാം, ഈ രോഗവ്യാപനം നടക്കുമ്പോൾ ആ രോഗവ്യാപനത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ ആളുകളുടെ ഡീറ്റെയിൽ ശേഖരിച്ചുകൊണ്ട് ഒരു കണക്കെടുപ്പ് നടത്തി അനാവശ്യമായ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ തോതിൽ ഇടപെടാൻ വേണ്ടി മലയാളിയായ ഒരു പ്രവാസിയുടെ ഒരു സംരംഭം സൗജന്യമായി ചെയ്യാൻ തയ്യാറായിരുന്നപ്പോൾ എന്തെല്ലാം അഴിമതി ആരോപണങ്ങളാണ് അതിനെല്ലാം എതിരെ ഉയർത്തിയത്. കോടതി പോയല്ലോ. കോടതി എന്താ പറഞ്ഞു? സർക്കാർ നടപടിയുമായി മുന്നോട്ട് പോകാൻ. ഇപ്പോഴും രസം UDF-ന്റെ നേതാക്കന്മാര് പറയുന്നത് എന്താ? ഞങ്ങൾ പറഞ്ഞതാ കോടതി അംഗീകരിച്ചതെന്നാണ്. ഞാൻ അതിന്റെ വിശദമായ വശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇങ്ങനെ ഈ ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓരോ പ്രവർത്തനത്തെയും ജനങ്ങൾക്കിടയിൽ മോശപ്പെടുത്താൻ ആവശ്യമായ പ്രചാരണവും പ്രവർത്തനവുമാണ് നടക്കുന്നത്. കുട്ടിഘോഷിച്ച് 20 ലക്ഷം പാക്കേജ് പ്രഖ്യാപിച്ചു കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ ഭാഗമായി ഈ കേരളത്തിലുള്ള ആർക്കെങ്കിലും അതിന്റെ ഭാഗമായി എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചു എന്ന് അവകാശപ്പെടാൻ BJP-ക്കാർക്കോ കോൺഗ്രസുകാർക്കോ കഴിയും. എന്നാൽ കേരളത്തിൽ അങ്ങനെയാണോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അടച്ചുപൂട്ടപ്പെടുമ്പോ തന്നെ പ്രഖ്യാപിച്ചല്ലോ 54 ലക്ഷം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 8,500 രൂപ വെച്ച് പെൻഷൻ കൊടുത്തു. 4,000 കോടി രൂപ കൊടുത്തല്ലോ ഈ സാമൂഹ്യ വിപത്ത് നേരിടുന്ന ഈ വേളയിൽ. അതുപോലെ തന്നെ 15 കിലോ അരി മലയാളികൾക്ക് എല്ലാവർക്കും APL എന്നോ BPL എന്നോ വ്യത്യാസമില്ലാതെ കൊടുത്തു. BPL-കാർക്ക് നിലവിലുള്ള 35 കിലോ അരിയും അല്ലാത്തവർക്ക് 15 കിലോ അരിയും വെച്ച് കൊടുത്തല്ലോ. 1000 രൂപ വില വരുന്ന പലവ്യഞ്ജന കിറ്റ് ഏതാണ്ട് 87 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ കുടുംബ കാർഡ് ഉടമകൾക്ക് കൊടുത്തു. ഏതാണ്ട് 76 ലക്ഷം ക്ഷേമനിധി അംഗങ്ങളായ തൊഴിലാളികൾക്ക് മിനിമം 1000 രൂപ കൊടുത്തു. ഓരോ ക്ഷേമനിധിയിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിൽ 10,000 രൂപ വരെ കൊടുത്ത ക്ഷേമനിധിയുണ്ട്. മിനിമം 1000 രൂപ ക്ഷേമനിധി ആനുകൂല്യമോ പെൻഷൻ ആനുകൂല്യമോ കിട്ടാത്ത എല്ലാ BPL കുടുംബങ്ങൾക്കും 1000 രൂപ കൊടുത്തു. ഞാൻ കോൺഗ്രസുകാരനും BJP-ക്കാരനും ചോദിക്കുക, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ കേരളത്തേക്കാൾ കൂടുതൽ വലിയ രോഗവ്യാപനം, രോഗവും മരണവും ഉയർന്നിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സഹായം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ വൈദ്യുതി ചാർജ് വന്നു. അടച്ചുപൂട്ടലിന്റെ ഭാഗമായി ആളുകളെല്ലാം വീടുകളിൽ ഇരുന്നപ്പോൾ വീടിന്റെ ഉപയോഗം കൂടിയതിന്റെ ഭാഗമായി താരിഫ് നിരക്കിൽ മാറ്റം വന്നു. താരിഫ് നിരക്കിൽ മാറ്റം വന്നതിന്റെ ഭാഗമായി വലിയ ചാർജ് എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നു. ഗവൺമെന്റ് സ്വീകരിച്ചതെന്താ? ന്യായമാണ് ആക്ഷേപം കണക്കിലെടുത്തു. എന്താ പറഞ്ഞത്? 200 കോടി രൂപയുടെ സബ്സിഡി കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി വരുന്ന ബില്ലിൽ ആ സബ്സിഡി നേരത്തെ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു പിടിക്കുന്ന സബ്സിഡിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ ജനപക്ഷത്തു നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഗവൺമെന്റിനെ തകർക്കണം, ആ ഗവൺമെന്റിനെ ഇല്ലാതെയാക്കണം. ഇതിനുവേണ്ടിയാണ് സംഘടിതമായി മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി പ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട്, നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട്, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട്, വസ്തുത മറച്ചുവെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വലിയ തോതിലുള്ള പ്രചാരവേലയും പ്രവർത്തനവുമാണ് സംഘടിതമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തണം. വരാൻ വേണ്ടി പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ തകർക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിന് കഴിയണമെങ്കിൽ ഇത്തരത്തിൽ
ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാത്രമേ കഴിയൂ എന്ന അവസ്ഥയിൽ സത്യവുമായി കുലബന്ധമില്ലാത്ത രൂപത്തിലുള്ള പ്രചാരകരിയും പ്രവർത്തനമാണ് UDFും BJPയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഇന്ന് കേരളം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ 3ാം ഘട്ടത്തിലാണ്. 1ഉം 2ഉം ഘട്ടങ്ങളിൽ നമുക്ക് വിജയിക്കാനായി. 3ാം ഘട്ടത്തിൽ കൂടി വിജയിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യരുടെ യോജിച്ച പ്രവർത്തനം വേണം. നിരീക്ഷണത്തിലിരിക്കുന്ന കുടുംബങ്ങളിൽ അവരെ സാമൂഹ്യ അകലം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം. ക്വാറന്റൈനിലുള്ള വീടുകളിൽ വീട്ടിലെ ജനങ്ങളുമായി സാമൂഹ്യ അകലം പാലിക്കുന്ന അവസ്ഥയുണ്ടാകണം. സാമൂഹ്യ വ്യാപനം ഇല്ലാതെയാക്കാൻ വേണ്ടി ഈ ജാഗ്രത വീട്ടിൽ താമസിക്കുന്നവരും ക്വാറന്റൈനിൽ വന്ന കുടുംബാംഗവും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ പരമാവധി യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് വ്യക്തി ചെയിന്റെ ഭാഗമായി ഹാൻഡ് വാഷും സാനിറ്റൈസറും ഉപയോഗിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് സാമൂഹ്യ അകലം പാലിക്കുകയും ശുചിത്വം നിലനിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തണം. അതുവഴി മാത്രമേ 3ാം ഘട്ടത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഭീഷണിയെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിയും. കോവിഡ് പ്രതിരോധത്തിന്റെ 3ാം ഘട്ട ഭീഷണിയെ നേരിടാൻ കഴിയത്തക്ക രൂപത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന നിർദ്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ കേരളം എല്ലാ മേഖലയിലും ലോകത്തിന് മാതൃകയാക്കുന്ന രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കേരളത്തിലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കൂടുതൽ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും മികച്ച ആരോഗ്യ മേഖലയുള്ള സംസ്ഥാനമായി കേരളത്തെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ കഴിയത്തക്ക രൂപത്തിലുള്ള യോജിച്ചു നിൽക്കാൻ വേണ്ടി കഴിയണം. അതിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്കും ഈ സന്ദേശം എത്തിച്ച് അവരെയൊക്കെ പങ്കാളിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് സഖാവ് അഷ്റഫ് അലിയെ സ്മരിക്കുന്ന വേളയിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. അഷ്റഫ് അലി നാട്ടുംപുറത്തെ സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു. എല്ലാവരുടെയും അംഗീകാരം നേടാൻ കഴിയാത്ത ഒരു രൂപത്തിൽ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അകാലത്തിൽ തന്നെ സഖാവ് നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. സഖാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ സഖാവിനെ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഓരോ പാർട്ടി പ്രവർത്തകർക്കും ഓരോ പാർട്ടി അനുഭാവികൾക്കും കഴിയേണ്ടതുണ്ട്. ലോകത്തിലായാലും ഇന്ത്യയിലായാലും ഇടതുപക്ഷവും കമ്മ്യൂണിസവും മാത്രമാണ് ജനപക്ഷത്ത് നിൽക്കുന്നത് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചത്. ഇടതുപക്ഷം കമ്മ്യൂണിസവും ശക്തിപ്പെട്ടുകൊണ്ട് മാത്രമേ മനുഷ്യന് നന്മയുള്ളൂ, മനുഷ്യന് പുരോഗതിയുള്ളൂ. ഈ തിരിച്ചറിവിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് സഖാവ് അഷ്റഫ് അലി പ്രവർത്തിച്ചിരുന്നത്. സഖാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ ആ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.